വന്ന വിസിറ്റേഴ്സിനൊക്കെ കയറി കാണാൻ ഇത് അക്വേറിയം അല്ല, അല്ലെങ്കിൽ ആർട്ട് ഗാലറി ഒന്നും അല്ല. അവർക്കങ്ങനെ കയറി കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇത് പവർ റൂമാണ്. ബിഗ് ബോസ് പറയുവാണെങ്കിൽ കയറ്റാം, അത്ര തന്നെ. ഇതാണ് അൻസിബയുടെ സ്റ്റാൻഡ്. വീട്ടിലേക്ക് വന്ന ഗസ്റ്റുകളായ സാബുവിനും ശ്വേതയ്ക്കും പവർ റൂമിൽ കയറണം. പവർ റൂമിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ പവർ റൂം അവർക്ക് കയറി കാണണമെന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ശ്വേതയും സാബുവും കൂടെ മുടിയനെ ഏർപ്പാട് ചെയ്യുന്നു. മുടിയനോട് പറഞ്ഞു വിടുന്നുണ്ട്, ഞങ്ങൾക്ക് പവർ റൂമിൽ കയറണം, അതിനായിട്ടുള്ള നടപടികൾ ചെയ്യൂ, നിങ്ങൾ ഓണേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയൂ എന്ന് പറഞ്ഞ് മുടിയനെ പറഞ്ഞു വിടുന്നുണ്ട്. മുടിയൻ ആദ്യം പറയുന്നുണ്ട് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ആർക്കും തന്നെ കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ അവരെ നിർബന്ധം പിടിച്ച് മുടിയനോട് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം അവര് പവർ റൂമിലുള്ള അൻസിബയുടെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അൻസിബ ഈ ഒരു മറുപടി പറയുന്നത്, ഇതെങ്ങനെ വിസിറ്റ് ചെയ്യാൻ, ഇതെന്താണ് ആർട്ട് ഗാലറിയോ അല്ലെങ്കിൽ ഇതെന്താ അക്വേറിയോ, അതൊന്നും പറ്റത്തൊന്നുമില്ല, ബിഗ് ബോസ് പറയുവാണെങ്കിൽ മാത്രം കയറ്റാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് രശ്മിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. രശ്മിനും ഇത് തന്നെ പറയുന്നു, അങ്ങനെ കയറ്റാൻ പറ്റത്തൊന്നുമില്ല, ഇത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു ടാസ്ക് ആണ് എന്ന് മനസ്സിലായി, അങ്ങനെ ഞങ്ങൾ കയറ്റി കഴിഞ്ഞാൽ പവർ റൂം മോശമാണെന്ന് പിന്നീട് എല്ലാവരും പറയുമെന്ന് രശ്മിനും പറയുന്നു. അഭിഷേക് ശ്രീകുമാറും അൻസിബയുടെ തൊട്ടടുത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അഭിഷേകിന് ഒരു സംശയമുണ്ട്. ടാസ്ക് ലെറ്റർ നമുക്കൊന്ന് എടുത്തു നോക്കാം, അതിന്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാമെന്ന് പറയുന്നു. അപ്പൊ ടാസ്ക് ലെറ്റർ എടുത്ത് നോക്കി വായിച്ചു നോക്കിയപ്പോൾ അതിന്റെ അകത്ത് വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടില്ല. താമസിക്കാൻ വേണ്ടി പവർ റൂം ഒഴികെ ബാക്കിയുള്ള റൂമുകൾ തിരഞ്ഞെടുക്കാമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അൻസിബ് ആ കൂട്ടത്തിൽ പറയുന്നു, പവർ റൂം വേറെ ആരും തന്നെ കയറരുത് എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്ന് അൻസിബ് പറഞ്ഞു. അപ്പൊ അഭിഷേക് ശ്രീകുമാർ കൺഫേം ആയി, അപ്പോൾ കയറാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാമെന്ന് അഭിഷേകും പറയുന്നു. എന്തായാലും അൻസിബയുടെ ആ ഒരു സ്റ്റാൻഡ് വളരെ ഉറച്ച സ്റ്റാൻഡായിരുന്നു. എന്തായാലും അൻസിബയുടെ ആ ഒരു സ്റ്റാൻഡ്, ആ ഒരു പറഞ്ഞ രീതി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതെന്താ വിസിറ്റ് ചെയ്യാൻ ആർട്ട് ഗാലറിയോ അല്ലെങ്കിൽ ഇതെന്താ അക്വേറിയോ, അതൊന്നും പറ്റത്തൊന്നുമില്ല, ബിഗ് ബോസ് പറയണ കയറ്റാം, അത്ര തന്നെ. അത് മാസമായിരുന്നു കേട്ടോ. എന്തായാലും ശ്വേതാ മേനോനും സാബുവും കൂടെ ഇനി എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ബിഗ് ബോസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.